ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നിട്ട് മസാല ദോശ നല്ല ചൂടുള്ള കട്ട്ലേറ്റ് ഒക്കെ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ ഒരു ചരിത്രത്തോട്ട് നമുക്ക് പോയി നോക്കാം. ഇന്ത്യയിലോട്ട് കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാബ ബുദ്ധനാണ് 17-ാം നൂറ്റാണ്ടിൽ. എന്നാൽ ഒരു നീണ്ട കാലത്തോളം നമുക്ക് ഇത് റെസ്റ്റോറൻറ്റിൽ പോയി ഒന്നും കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ വർണ്ണവിവേചനമായിരുന്നു. എന്നാൽ 1942 ഇന്ത്യ കോഫി ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ കോഫി ഹൗസ് ബോംബെയിൽ സ്ഥാപിതമായി. അതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു കോഫിയുടെ കൾച്ചർ നാട്ടിലോട്ട് സ്പ്രെഡ് ചെയ്യുക, ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഈ ഐഡിയ വിട്ടു, ഇത് അത്യാവശ്യം സ്പ്രെഡായി, എന്നാൽ പിന്നെ നിർത്തിയേക്കാം എന്നൊരു തോന്നലായി. അങ്ങനെ 1957 ഇത് നിർത്താൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് AKG അതിൽ ഇടപെടുകയും അദ്ദേഹം അന്നൊരു MP ആയിരുന്നു. അദ്ദേഹം ഇടപെട്ട് പറഞ്ഞു ഇത് ഇനി മുതൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കീഴിൽ 57 ന്യൂഡൽഹിയിൽ ആദ്യമായിട്ട് സ്ഥാപിതം വന്നു. പിന്നീട് ബാംഗ്ലൂർ, പിന്നീട് പോണ്ടിച്ചേരി. അങ്ങനെ 1958 നമ്മുടെ തൃശ്ശൂർ ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് സ്ഥാപിതമാകുന്നു. അതേസമയം തന്നെ പാലക്കാടും അത് പിന്നീട് കണ്ണൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും കൂടെ സ്ഥാപിതമാകുന്നു. ഈ രണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കീഴിലാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഇന്ത്യൻ കോഫി ഹൗസുകളും സ്ഥാപിതമാകുന്നത്. ഇന്ന് കേരളത്തിൽ നിലവിൽ 50-ന് മുകളിൽ സ്ഥാപനങ്ങൾ ഇവർക്കുണ്ട്. എന്നാൽ ഇന്ത്യ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 500ഓളം സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിൽ മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കൽക്കട്ടയിലൊക്കെ പ്രസിഡൻസി കോളേജിൻ്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് വളരെ പ്രശസ്തമാണ്. ഇൻ്റലക്ച്വൽസിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്രമ സ്ഥലം കൂടെയാണ് ഈ ഇന്ത്യൻ കോഫി ഹൗസുകൾ. സോ ഇത്തരം ഇൻഫർമേറ്റീവ് കണ്ടൻസിന് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക്